SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അങ്ങേയറ്റം വർഗീയമായ പരാമർശങ്ങൾ വളരെ വിവാദമായി മാറിയിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രിയായ VN വാസവൻ. കൊച്ചിയിൽ നടന്ന ഒരു ആദരിക്കൽ ചടങ്ങിലാണ് വാസവൻ വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തിയത്. വിശ്രമജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ഭാവനാസമ്പന്നനായ നേതാവാണ് വെള്ളാപ്പള്ളി എന്നായിരുന്നു വാസവൻ്റെ പുകഴ്ത്തൽ. മാത്രമല്ല, കുത്തഴിഞ്ഞ പുസ്തകമായിരുന്ന SNDP യോഗത്തെ വെള്ളാപ്പള്ളി കുത്തിക്കെട്ടി നല്ലൊരു പുസ്തകമാക്കി മാറ്റിയെന്നും വാസവൻ പറഞ്ഞു. കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുകയാണെന്നും ഈഴവ സമുദായത്തിന് പ്രാധാന്യം കിട്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം. കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറുമെന്നും കാന്തപുരം പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതി എന്ന സ്ഥിതിയാണ് കേരള സർക്കാരിനെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. അതേ വെള്ളാപ്പള്ളി നടേശനെയാണ് മന്ത്രി വാസവൻ ഇന്ന് പുകഴ്ത്തി പറഞ്ഞ് ആദരിക്കുന്നത്. എന്നാൽ വെള്ളാപ്പള്ളിയെ പരോക്ഷമായി വിമർശിച്ചും കാന്തപുരത്തെ പുകഴ്ത്തിയുമാണ് ഗോകുലം ഗോപാലൻ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചത്. മനുഷ്യ സ്നേഹത്തിൻ്റെ കേരള മാതൃകയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെന്ന് ഗോകുലം ഗോപാലൻ പറയുന്നു. ജാതിക്കും മതത്തിനും അപ്പുറത്തെ മാനവികതയാണ് കാന്തപുരം ഉയർത്തിപ്പിടിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ കാന്തപുരം ഉസ്താദ് നടത്തിയ പ്രവർത്തനം രാജ്യത്തിന് തന്നെ ആശ്വാസം പകർന്നിട്ടുണ്ടെന്നും ഗോകുലം ഗോപാലൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചു. കാന്തപുരത്തെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിനുമേലെയുള്ള വെല്ലുവിളിയാണെന്ന് ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളിയെ വിശ്രമ ജീവിതത്തിന് അയക്കണം എന്ന് സുന്നി യുവജന സംഘം ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാവി എളമരം നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ സ്വന്തം സമുദായത്തിലെ അംഗങ്ങൾ വിശ്രമ ജീവിതത്തിന് അയക്കണം എന്നാണ് സഖാഫിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. വെള്ളാപ്പള്ളി ഇങ്ങനെ പോയാൽ സ്വന്തം സമുദായം തന്നെ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുമെന്നും പെറ്റുകൂട്ടാൻ ആഹ്വാനം ചെയ്യുന്ന വെള്ളാപ്പള്ളിക്ക് സമുദായ സ്ത്രീകൾ തന്നെ മറുപടി നൽകണം എന്നും റഹ്മത്തുള്ള സഖാവി എളമരം പറഞ്ഞിരുന്നു. പച്ചയ്ക്ക് വർഗീയത പറയാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നു. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശത്തിൽ സർക്കാർ മറുപടി പറയണമെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതേപോലെ വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശത്തിന് നാട് മറുപടി നൽകുമെന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിപ്രായപ്പെട്ടത്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം. ഗുരുദേവൻ പറഞ്ഞതിന് വിരുദ്ധമാണ് വെള്ളാപ്പള്ളി പ്രചരിപ്പിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറയുന്നത്. എന്നാൽ ഇതൊന്നും കേട്ട് കുലുങ്ങാതെ തൻ്റെ പരാമർശത്തിൽ ഉറച്ച് നിൽക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. കാന്തപുരം എന്ത് കുന്തം എറിഞ്ഞാലും പറയേണ്ടത് പറയുമെന്നാണ് മുസ്ലിം സമുദായത്തിനെതിരായ വിദ്വേഷ പരാമർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി പറയുന്നത്. വളരെ മികച്ചൊരു നിലപാടാണ് ഇദ്ദേഹം സ്വീകരിക്കുന്നത്. മകനെ ഒരു ലൊട്ടിലൊടുക്ക് പാർട്ടി ഉണ്ടാക്കി BJPയുടെ കൂടെ നിർത്തുക, കേരളത്തിൽ ഭരണം ഉള്ളതുകൊണ്ട് സ്വയം ഇടതുമുന്നണിയുടെ കൂടെ നിൽക്കുക, ഇതാണ് വെള്ളാപ്പള്ളിയുടെ പോളിസി. ഇനി ഭരണം കോൺഗ്രസിന് കിട്ടിയാൽ യാതൊരു ഉളുപ്പുമില്ലാതെ മറുകണ്ഠം ചാടാനും അദ്ദേഹത്തിന് യാതൊരു മടിയും കാണില്ല.